ഇനി സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത് മറ്റൊരു വാർത്തയാണ്. അമരൻ സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററിന് നേരെ പെട്രോൾ ബോംബ് ആക്രമണം. തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലെ അലങ്കാർ തിയേറ്ററിന് നേരെയായിരുന്നു ആക്രമണം. മുസ്ലിങ്ങളെയും കശ്മീരിനെയും ചിത്രത്തിൽ മോശമായി ചിത്രീകരിക്കുന്നുവെന്ന വിവാദത്തിനിടെയാണ് ആക്രമണം നടന്നത്. ബൈക്കിലെത്തിയ രണ്ടുപേരാണ് പെട്രോൾ ബോംബ് എറിഞ്ഞത്. തിയേറ്ററിന് നാശമോ ആളപായമോ ഉണ്ടായിട്ടില്ല. രണ്ടായിരത്തി 2014 കശ്മീരിൽ ഭീകരരെ നേരിടുമ്പോൾ വീരമൃത്യു വരിച്ച മേജർ മുകുന്ദ് വരദരാജന്റെ കഥയാണ് ചിത്രം പറയുന്നത്. ചിത്രം വിലക്കണമെന്നാവശ്യപ്പെട്ട് കമൽഹാസന്റെ രാജ്കമൽ ഫിലിംസിലേക്ക് SDPI പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. കമൽഹാസന്റെ കോലവും കത്തിച്ചിരുന്നു. KP അഭിലാഷ് ചേരുന്നു വിശദാംശങ്ങളുമായി. അഭിലാഷ്, ഈ സിനിമയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉയരുന്നതിനിടെയാണ് ഇത്തരമൊരു പെട്രോൾ ബോംബ് ആക്രമണം തിയേറ്ററിന് നേരെ ഉണ്ടാകുന്നത്. ഇതിന് പിന്നിൽ ആരാണെന്ന് എന്തെങ്കിലും സൂചനയുണ്ടോ? SDPI പ്രവർത്തകർ തന്നെയാണ് ഈ ബോംബ് ആക്രമണത്തിന് പിന്നിലെന്നാണോ കരുതുന്നത്? ടോം, നിലവിൽ ആരാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കില്ല. തമിഴ്നാട് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള CCTV ദൃശ്യങ്ങളിൽ 2 പേർ ബൈക്കിൽ എത്തുന്നുണ്ട്. ആ ബൈക്ക് നിർത്തിയ ശേഷം അവർ വളരെ പെട്ടെന്ന് ഇറങ്ങുകയും അവിടെ നിന്നുകൊണ്ട് ബോംബ് എറിയുകയുമാണ് ചെയ്യുന്നത്. ബോംബ് അത് പ്രാദേശികമായി നിർമ്മിച്ചിട്ടുള്ള പെട്രോൾ ബോംബ് ആണ്. അതായത് കുപ്പി ബോംബ്, 3 ബോംബുകൾ ആണ്. ഇങ്ങനെ പെട്രോൾ നിറച്ച കുപ്പി അത് തീ കത്തിച്ച് എറിയുന്ന രീതിയിലുള്ള പ്രാദേശികമായി നിർമ്മിച്ചിട്ടുള്ള ബോംബ് എന്നതാണ് പോലീസ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രദേശവാസികളോ അല്ലെങ്കിൽ ആ മേഖലയിൽ ഉള്ളവരോ തന്നെയാണ് ആക്രമണത്തിന് പിന്നിൽ എന്ന് തന്നെയാണ് കരുതുന്നത്. ഈ ആക്രമണം ആസൂത്രിതമാണോ എന്നത് വ്യക്തമല്ല. കാരണം ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സിനിമയ്ക്ക് എതിരെ, അമരൻ സിനിമയ്ക്ക് എതിരെ SDPIയുടെ ഭാഗത്ത് നിന്ന് വ്യാപകമായ പ്രതിഷേധം ആണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഈ പ്രതിഷേധങ്ങൾക്കിടെ ആണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ 2 മണിയോടുകൂടി ഇത്തരത്തിൽ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. തിരുനെൽവേലിയിലെ അലങ്കാർ എന്ന തിയേറ്ററിലേക്കാണ് ഈ ബോംബേർ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. അതിന് പിന്നിൽ SDPI ആണോ എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ SDPI ഇങ്ങനെ ഒരു പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിട്ടുള്ള പശ്ചാത്തലത്തിൽ അതിനെ മുതലെടുക്കുന്ന തരത്തിൽ മറ്റാരെങ്കിലും ആണോ ഇത്തരത്തിൽ ആക്രമണം നടത്തുകയും ചെയ്തിട്ടുള്ളത് എന്നത് വ്യക്തമല്ല. എന്തായാലും SDPI ഈ സിനിമ വിലക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കടുത്ത പ്രതിഷേധം തന്നെയാണ് നടത്തുന്നത്. ഈ സിനിമയുടെ നിർമ്മാതാക്കൾ എന്നത് രാജ് കമൽ ഫിലിംസ് ആണ്. കമൽഹാസന്റെ ഉടമസ്ഥതയിൽ ഉള്ള രാജ് കമൽ ഫിലിംസിന്റെ ചെന്നൈ ആൽവാർപേട്ട് ഓഫീസിലേക്ക് കഴിഞ്ഞ ദിവസം SDPI പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. ഈ മാർച്ചിന് ശേഷം അവർ കമൽഹാസന്റെ കോലം കത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സിനിമയ്ക്ക് വലിയ സ്വീകാര്യതയാണ് തമിഴ്നാട്ടിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് 14 ദിവസത്തിനിടെ 280 കോടി രൂപയുടെ കളക്ഷൻ ഈ ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നതാണ്. അതെന്ത് തന്നെയാണ് എങ്കിലും തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ ആണ് ഈ ചിത്രം ഇപ്പോഴും പ്രദർശനം തുടരുന്നത് എന്നത് വസ്തുതയാണ്. ശിവകാർത്തികേയൻ നായകനായിട്ടുള്ള ചിത്രം രാജ്കുമാർ പെരിയസ്വാമിയാണ് നിർമ്മിച്ചത്. ടോം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ ഒരു തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ സിനിമ പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുള്ളത്. കാരണം ഈ സിനിമയുടെ പ്രമേയം എന്നത് മേജർ മുകുന്ദ് വരദരാജൻ ആണ്. അദ്ദേഹം ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാവുകയും 31ാമത്തെ വയസ്സിൽ വീരമൃത്യു വരിക്കുകയും ചെയ്ത ആൾ ആണ്. 2014 കശ്മീരിൽ ഉണ്ടായ തീവ്രവാദികളുമായി ഏറ്റുമുട്ടൽ നടക്കുമ്പോൾ ആ ഏറ്റുമുട്ടലിൽ ആണ് മേജർ മുകുന്ദ് വരദരാജൻ വീരമൃത്യു വരിക്കുന്നത്. 2015 അശോക ചക്രം നൽകി അദ്ദേഹത്തെ രാജ്യം ആദരിച്ചിരുന്നു. പ്രണബ് മുഖർജിയുടെ കയ്യിൽ നിന്ന് മുകുന്ദ് വരദരാജന്റെ ഭാര്യ ആണ് ഈ കീർത്തി ചക്രം സ്വീകരിക്കുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ ഒരു വൈകാരികമായ തലം കൂടി ഈ സിനിമയ്ക്കുണ്ട്. എന്തായാലും നിലവിൽ സിനിമ വിലക്കണം എന്ന ആവശ്യത്തോട് സംസ്ഥാന സർക്കാരും സിനിമാ മേഖലയിൽ ഉള്ളവരുമെല്ലാം മുഖം തിരിക്കുന്ന സാഹചര്യം ആണ് ഉള്ളത്. സിനിമയുടെ പ്രദർശനം കാണാനായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും ഉപമുഖ്യമന്ത്രിയും സിനിമാ താരവുമായ ഉദയനിധി സ്റ്റാലിനും ഒക്കെ എത്തിയിരുന്നു. അവർ പൂർണ്ണമായും ഈ സിനിമയെ പിന്തുണയ്ക്കുകയാണ്. മാത്രവുമല്ല ഈ സിനിമ കൂടുതൽ ആളുകൾ കാണേണ്ടതാണ് എന്നതുകൂടിയാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 31ാമത്തെ വയസ്സിൽ ഒരു മതവിഭാഗത്തെ അവഹേളിക്കുന്നുണ്ടോ, അപമാനിക്കുന്നുണ്ടോ ഈ സിനിമയില്?
അങ്ങനെയെങ്കിൽ ഈ SDPI ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നുണ്ട്. അതിനു പിന്നാലെയാണ് ഇത്തരമൊരു പെട്രോൾ ബോംബ് ആക്രമണമൊക്കെ ഉണ്ടാകുന്നത്. ഈ ഒരു ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിലൊക്കെ ഒരു പ്രത്യേക സുരക്ഷയോ പോലീസിന്റെ ഏതെങ്കിലും രീതിയിലുള്ള പോലീസിന്റെ ഒരു നിയന്ത്രണം എന്തെങ്കിലും ഈ തിയേറ്ററുകൾക്ക് മുന്നിലുണ്ടോ? ടോമി, ഈ ആക്രമണത്തിന് ശേഷം അതോടൊപ്പം തന്നെ പ്രതിഷേധത്തിന് പിന്നാലെ തന്നെ ചിത്രം പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിൽ എല്ലാം തന്നെ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. തിയേറ്ററുകൾക്കും ഇത് സംബന്ധിച്ച് തമിഴ്നാട് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് അസാധാരണമായ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സംശയാസ്പദമാകുന്ന സാഹചര്യത്തിൽ ആൾക്കൂട്ടങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നോ ആളുകളുടെ ഭാഗത്തു നിന്നോ ഒക്കെ പെരുമാറ്റമുണ്ടായാൽ അത് തിയേറ്റർ ഉടമകൾ, നമുക്കറിയാമല്ലോ ഇപ്പോൾ തമിഴ്നാട്ടിലെ മുഴുവൻ തിയേറ്ററുകൾക്കും അങ്ങനെ കൃത്യമായ ഒരു സുരക്ഷ എന്നത് തമിഴ്നാട് പോലീസിന് സാധ്യമല്ല. അതുകൊണ്ട് തന്നെ തമിഴ്നാട് പോലീസ് വളരെ കൃത്യമായ നിർദ്ദേശം തിയേറ്റർ ഉടമകൾക്ക് നൽകിയിട്ടുണ്ട്. ഒപ്പം കമൽ ഹാസന്റെ നിർമ്മാണ കമ്പനിയുടെ ഓഫീസിന് ശക്തമായ കാവൽ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ തരത്തിൽ കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ആണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ നിർമ്മാണ കമ്പനിക്ക്. എങ്കിലും അതോടൊപ്പം തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കുന്ന നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തുണ്ടാവുകയും അതനുസരിച്ചുള്ള ക്രമീകരണങ്ങളുണ്ട് താനും. ഇതിൽ ടോം ചോദിച്ച മറ്റൊരു ചോദ്യം എന്നത് സിനിമ ഏതെങ്കിലും തരത്തിൽ മതവിഭാഗങ്ങളെ ആക്ഷേപിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. കശ്മീരിൽ നടന്ന 2014 നടന്ന ഏറ്റുമുട്ടൽ ആണ് ഈ മുകുന്ദ് വരദരാജന്റെ വീരമൃത്യുവിലേക്ക് നയിച്ചത്. ഇതെല്ലാം ചിത്രത്തിന്റെ പ്രമേയമായി തന്നെ കടന്നു വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഞാൻ ചിത്രം കണ്ടിട്ടില്ല എങ്കിൽ പോലും നമുക്ക് ലഭിക്കുന്ന റിവ്യൂകളിൽ നിന്നും അതോടൊപ്പം തന്നെ സിനിമാ പ്രവർത്തകരിൽ നിന്നുമൊക്കെ ലഭിക്കുന്ന അഭിപ്രായങ്ങൾ കൂടി മാനിക്കുമ്പോൾ ഒരു തരത്തിലുമുള്ള ഏതെങ്കിലും വിഭാഗത്തെ ആക്ഷേപിക്കുന്ന തരത്തിലല്ല, മറിച്ച് കശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഈ ചിത്രം പ്രതിപാദിക്കുന്നുണ്ട് എന്നത് തന്നെയാണ്. ഒപ്പം SDPI പ്രവർത്തകർ ഉന്നയിക്കുന്നത് ഈ സിനിമയിൽ സേനയുടെ ഭാഗമായി ചില മുദ്രാവാക്യം വിളികൾ ഉണ്ട് എന്നുള്ളതാണ്. ആ മുദ്രാവാക്യം വിളികൾ ഉൾപ്പെടെ ഒരു മതവിഭാഗത്തെ അനുകൂലിക്കുകയും മറ്റു മതവിഭാഗങ്ങളോട് വിയോജിപ്പ് പുലർത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ ഈ സേനാ വിഭാഗങ്ങളിലൊക്കെ പെട്ട ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് യുദ്ധമുഖത്തേക്ക് പോകുമ്പോൾ വിവിധ റെജിമെന്റുകൾ അവരുടേതായി പാരമ്പര്യമായി തന്നെ, അതായത് ഈ റെജിമെന്റുകൾ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഈ യുദ്ധമുഖത്തേക്ക് പോവുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ദൗത്യത്തിന്റെ ഭാഗമായി പുറപ്പെടുമ്പോഴൊക്കെ അത്തരത്തിൽ മുദ്രാവാക്യങ്ങൾ വിളിക്കാറുണ്ട് എന്നതാണ്. ആ മുദ്രാവാക്യം ആരെയും ആക്ഷേപിക്കുന്നതല്ല, മറിച്ച് അവരുടെ യൂണിറ്റി, അതായത് ആ റെജിമെന്റിന്റെ ഒരു യൂണിറ്റി വർദ്ധിപ്പിക്കുക, അതോടൊപ്പം തന്നെ ആത്മവീര്യം വർദ്ധിപ്പിക്കുക എന്നതിന്റെ ഭാഗമായുള്ള മുദ്രാവാക്യം വിളികളാണ്. ഈ മുദ്രാവാക്യം വിളികളും തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നുള്ളതാണ് പൊതുവെ നിരീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഈ വിവാദം ഉയർന്ന പശ്ചാത്തലത്തിൽ ഈ സിനിമയ്ക്ക് ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി കൈവരുന്നുണ്ട്. കാരണം SDPIയുടെ സംസ്ഥാന അധ്യക്ഷൻ ഖാജ ഹുസൈൻ ഉൾപ്പെടെയുള്ളവർ ഇപ്പോഴും ആവശ്യപ്പെടുന്നത് സിനിമ നിരോധിക്കണം. ഇത് മുസ്ലിം മതവിഭാഗത്തെ അപമാനപ്പെടുത്തുകയും കശ്മീർ എന്ന ജനതയെ അല്ലെങ്കിൽ കശ്മീരിനെ മൊത്തത്തിൽ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ സിനിമയുടെ അണിയറ പ്രവർത്തകർ ഉൾപ്പെടെ പറയുന്നത് കശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പും നിരവധി സിനിമകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിലൊക്കെ തീവ്രവാദത്തിന്റെ പശ്ചാത്തലത്തെക്കുറിച്ച് അല്ലെങ്കിൽ തീവ്രവാദ സ്വഭാവത്തെക്കുറിച്ചൊക്കെയുള്ള പരാമർശങ്ങൾ വരാറുണ്ട്. അതിൽ ഒരു പക്ഷേ മുസ്ലിം നാമധാരികൾ അടക്കമുള്ളവരുടെ കഥാപാത്രം ഇപ്പോൾ മണിക്കൂറുകൾ കഴിയുന്നു. ഈ അക്രമികളുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതുവരെ യാതൊരു സൂചനയും പോലീസിന് ലഭിച്ചിട്ടില്ലേ? ഈ പ്രതികൾക്ക്, അക്രമികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള തീവ്രവാദ ബന്ധമുണ്ട് എന്ന രീതിയിലുള്ള എന്തെങ്കിലും സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? നിലവിൽ അത്തരത്തിലുള്ള ഒരു സൂചനയും പോലീസിന് ലഭിച്ചിട്ടില്ല. ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവർ ആരാണ്, ഇവർക്ക് SDPI ബന്ധമുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തീവ്ര സ്വഭാവമുള്ള സംഘടനകളുമായി ബന്ധമുണ്ടോ? അതിനപ്പുറത്ത് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇങ്ങനെയൊരു പ്രതിഷേധം തുടരുന്ന പശ്ചാത്തലമാണ്. എടുത്തു പറയേണ്ടത് ഈ വിഷയത്തെ രാഷ്ട്രീയമായി BJP കൂടി ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് ചിത്രം വിലക്കണം, അതായത് കശ്മീർ ജനതയെ ഒന്നടങ്കം അവർ രാജ്യവിരുദ്ധരാണ്, ദേശദ്രോഹികൾ ആണ് എന്ന തരത്തിലാണ് സിനിമ പരാമർശിക്കുന്നത് എന്ന് പറയുമ്പോൾ BJP ഇതിന്റെ മറുപുറം ഉയർത്തി കാണിക്കുകയാണ്. ഈ സിനിമ കൂടുതൽ കേന്ദ്രങ്ങളിൽ പ്രദർശനം നടത്തണം, അതോടൊപ്പം തന്നെ സിനിമ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പ്രദർശിപ്പിക്കണം എന്ന ആവശ്യമാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് ദേശസ്നേഹം ഉണർത്തുന്ന ചിത്രം ആണ്, ഒരു ധീര സൈനികന്റെ ചിത്രം ആണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇടങ്ങളിലേക്ക് സിനിമയുടെ പ്രദർശനം വ്യാപിപ്പിക്കണം എന്ന് BJP സംസ്ഥാന വക്താവ്
ANS പ്രസാദ് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലൊരു രാഷ്ട്രീയ മാനം കൂടി കൈവരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കുന്നത് തമിഴ്നാട് സർക്കാർ ഈ തീർച്ചയായും അത് സിനിമാ തന്നെയാണ് പ്രവർത്തകരോടൊപ്പം തന്നെയാണ്. പോലെ ഈ സിനിമയ്ക്ക് ഒരു രാഷ്ട്രീയ മാനം കൂടി കടന്നു വരുന്നു. പക്ഷേ അമരൻ എന്ന സിനിമയ്ക്കെതിരെ പ്രതിഷേധം ഉയരുമ്പോഴാണ് ഈ രീതിയിലൊരു പെട്രോൾ ബോംബ് ആക്രമണം സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററിന് നേരെ ഉണ്ടായിരിക്കുന്നത്. പ്രതികളെ കുറിച്ച് പോലീസ് ഇതുവരെയും യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ല. അന്വേഷണം കൂടുതൽ ഊർജിതമാക്കിയിരിക്കുകയാണ് തമിഴ്നാട് പോലീസ്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം.